ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് FRS എന്ന് പറയുന്നത്, ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം, അതായത് ഫോട്ടോ ക്യാപ്ചറിങ്. അപ്പോൾ നമുക്ക് അംഗനവാടിയിലെ ഗുണഭോക്താക്കൾക്ക് PM, LM, അതുപോലെ 3 വയസ്സുള്ള കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന THR ദിനം, ടേക്ക് ഹോം റേഷൻ നടത്തുന്നത്. അപ്പോൾ THR കൊടുക്കുന്ന സമയത്ത് അവർക്ക്, അതായത് പൊടിയാണല്ലോ നമ്മൾ കൊടുക്കുന്നത്, അമൃതം പൊടി ഇതൊക്കെ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഫേസ് ക്യാപ്ചറിങ് നടത്തിയവർക്ക്, അതിനുശേഷം അത് വെരിഫൈ ചെയ്തവർക്ക് മാത്രമേ പൊടി കൊടുക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് വരും മാസങ്ങളിൽ നമുക്ക് വരാം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാവരുടെയും ഫേസ് ക്യാപ്ചറിങ്ങും നടത്തിയിരിക്കണം. KYC വെരിഫിക്കേഷൻ ആൻഡ് ഫേസ് ക്യാപ്ചറിങ്. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ടീച്ചർമാരാണെങ്കിലും ബെനിഫിഷ്യറീസ് ആണെങ്കിലും ഒരുപാട് സംശയങ്ങൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ കുട്ടികളുടെ അമ്മമാരുടെയും ഫോട്ടോ തന്നെ എടുക്കുന്ന നിർബന്ധമാണോ? അതായത് ഇപ്പോൾ നമുക്കറിയാം PM, LM എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ അവർക്ക് അംഗനവാടിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ എങ്ങനെ ഫോട്ടോ ക്യാപ്ചറിങ് നടത്തും? നമുക്കറിയാം, ഒരു ജെനുവിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നല്ല ചോദ്യമാണ്. കാരണം ഇപ്പോൾ ഒരു PM, LM അവർക്ക് അധികം ജസ്റ്റ് വീട്ടിൽ എണീറ്റ് നിൽക്കാനുള്ള അവസ്ഥയുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്, അറസ്റ്റാണ്. അവർക്ക് അംഗനവാടിയിൽ ഒന്ന് പോകാനായിട്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ അവർക്ക് ഈ പറഞ്ഞ പൊടി ലഭിക്കും, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഈ ഒരു ആനുകൂല്യം അവർക്ക് ലഭിക്കും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ PM അല്ലെങ്കിൽ LM അംഗനവാടിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഫോട്ടോ ക്യാപ്ചർ എങ്ങനെ നടത്തും? ഇപ്പോൾ PM LM വരാൻ പറ്റിയില്ലെങ്കിൽ പകരം അവരുടെ വേറെ ആരെങ്കിലും വന്ന് ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് സംശയങ്ങൾ നമ്മളുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഇത്തരം സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, സ്കിപ്പ് ചെയ്യുകയോ ഫോർവേഡ് അടിച്ചു പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്ന കൃത്യമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ, അടിച്ചു കളയാണ്ട് പൂർണ്ണമായിട്ട് തന്നെ വീഡിയോ കാണാം. നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഫസ്റ്റ് കാര്യം, കുട്ടികളുടെ മുലയൂട്ടുന്ന അമ്മമാരുടെ ഫോട്ടോ അവരുടെ തന്നെ എടുക്കുന്നത് നിർബന്ധമാണോ? ഇപ്പോൾ ഒരു കുട്ടിയുടെ ആണെങ്കിൽ, ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ആധാർ കാർഡ് പ്രകാരം പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികളുടെ അമ്മമാരുടെ അച്ഛന്മാരുടെ ഒരു ചെയ്യുക. കാരണം കുട്ടിക്ക് ആധാർ ലഭിക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മയുടെ ആണെങ്കിൽ അമ്മയുടെ ആധാർ വെച്ച് അമ്മ വന്ന് വെരിഫൈ ചെയ്താൽ മതി, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ PM കേസിൽ നമുക്ക് ഒരു PM അല്ലെങ്കിൽ ഒരു LM എന്ന് വിചാരിക്കാം. ഈ PM LM നമുക്ക് അവരുടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ വേറെ ആരുടെയും ആധാർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രഗ്നൻ്റ് മദർ ആയാലും ലാക്ടേറ്റീവ് മദർ ആയാലും, മനസ്സിലായി? അതായത് ഗർഭിണിയാണെങ്കിലും മുലയൂട്ടുന്ന അമ്മയാണെങ്കിലും അവരവരുടെ ആധാർ വെച്ചിട്ടേ നമുക്ക് പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരുടെ പേരിൽ തന്നെ ഫേസ് ക്യാപ്ചറിങ്ങും നടക്കണം. PM LM പകരം വേറെ ആരുടെയും ഫോട്ടോ എടുത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവും, അപ്രൂവ് ആവില്ല. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അതായത് വേറെ ആരുടെയും PM LM പകരം വേറെ ആരുടെയും ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അവരുടെ തന്നെ എടുക്കണം. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന അടുത്തൊരു സംശയം എന്ന് പറയുന്നത്, എങ്ങനെ അംഗനവാടിയിലേക്ക് വരാൻ പറ്റാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള PM LM എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഫേസ് ക്യാപ്ചറിങ്ങും KYCയും, അതായത് ഫോട്ടോ ക്യാപ്ചറിങ്ങും KYCയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്ന സംശയം. അപ്പോൾ ഈ കാര്യങ്ങൾക്കുള്ള സംശയം ഞാനിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പോഷൻ ട്രാക്കർ വഴി കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് PM LM ഫോട്ടോ ക്യാപ്ചറിങ് എങ്ങനെ നടത്താമെന്നുള്ളത് കാണിച്ചു തരാം. മനസ്സിലായോ? അപ്പോൾ ഈ PM LM ഫോട്ടോ ക്യാപ്ചറിങ് നടത്തണമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എന്നിരുന്നാലും ഒരുപാട് പേർക്ക് ഇപ്പോഴും സംശയങ്ങളുണ്ട്. പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഒരു PM അല്ലെങ്കിൽ LM ഫോട്ടോ ഫേസ് ക്യാപ്ചറിങ്ങും KYC ഒക്കെ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ശേഷം ഇവർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, അംഗനവാടിയിലേക്ക് വരാൻ പറ്റാത്ത ആളുകൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും പറഞ്ഞുതരാം. നിങ്ങൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക. പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് PM LM, അപ്പോൾ നമുക്കൊരു LM നോക്കാം. LM ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ വരും. അപ്പോൾ അതിൽ നമുക്കറിയാം LM നമ്മൾ എന്താണ് THR ക്ലിക്ക് ചെയ്യാറുള്ളത് നോർമലി. അതുപോലെ തന്നെ THR ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ട KYC ഫോട്ടോ ക്യാപ്ചർ ആർ പെൻഡിങ്.
ശരിയാണ്, കാരണം നമ്മൾ അവരുടെ KYC അപ്രൂവ് ചെയ്യലോ ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്യലോ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. പല ആളുകളും ഇപ്പോഴും സ്കിപ്പ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സ്കിപ്പ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ ഇനി നമുക്ക് ഈ ഒരു മാസം കഴിഞ്ഞാൽ എടുത്ത് കളയും എന്നാണ് പറയണത്. അങ്ങനെ ആ സ്കിപ്പ് എടുത്ത് കളഞ്ഞാൽ ഈ പറയുന്ന പ്രൊസീഡ് കൊടുത്ത് KYCയും ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? THR രേഖപ്പെടുത്തി അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്കിപ്പ് അടിച്ച് നിന്ന് സമയം കളയരുത്, പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയണത്. സ്കിപ്പ് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവണേ? നോർമലി നമ്മൾ സ്കിപ്പ് കൊടുക്കുമ്പോൾ ആ സ്റ്റെപ്പുകൾ ഇവിടെ നിന്ന് ഇല്ലാണ്ടാവാണ്. നമ്മൾ ചെയ്യുന്ന ഫോട്ടോ ക്യാപ്ചറിങ്ങും KYCയും സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നേരിട്ട് പോണത്. ഈ സ്കിപ്പ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ വരും മാസങ്ങളിൽ അതെടുത്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേത് ചെയ്യാതെ പറ്റില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്താ, നമ്മൾ 25 days കാണിക്കും, പ്രൊസീഡ് വിത്തൗട്ട് ഓതൻറ്റിക്കേഷൻ കൊടുക്കും, സബ്മിറ്റ് കൊടുക്കും. സംഭവം വെരി സിമ്പിൾ. 10 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ THR കൊടുക്കൽ കഴിഞ്ഞു. പക്ഷേ നിലവിലുള്ള മാസങ്ങൾ, വരാൻ പോകുന്ന മാസങ്ങൾ ഇതായിരിക്കില്ല. THR കൊടുത്ത് നിങ്ങൾ പ്രൊസീഡ് കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം. എന്നാൽ നിങ്ങൾ KYCയും ഫോട്ടോ ക്യാപ്ചറിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പുകൾ വേണ്ട. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയണത്. പ്രൊസീഡ് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ആദ്യം ഈ ഒരു അപ്ഡേറ്റ് വരുന്നതിന് മുന്നേ നമുക്ക് ഉണ്ടായിരുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഫോട്ടോ ക്യാപ്ചറിങ്ങാണ് ചെയ്യാറ്. ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്തിട്ടാണ് KYC ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ഒരു ചേഞ്ച് വരുത്തി KYC ആണ് ആദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആധാർ കാർഡ് നിർബന്ധമായിട്ടും കയ്യിൽ വേണം. KYC ചെയ്യുമ്പോൾ ആധാർ കാർഡ് നിർബന്ധമായിട്ട് കയ്യിൽ വേണം. നിങ്ങളുടെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ ആധാർക്ക് പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാർ പ്രകാരം ആധാറിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെയായിരിക്കണം നമ്മുടെ പോഷൻ ട്രാക്കറിലും കൊടുത്തിട്ടുണ്ടാവേണ്ടത്. നമുക്ക് ഒരു OTP വരും ആ മൊബൈൽ നമ്പറിൽ. നിങ്ങളത് അടിച്ചു കൊടുത്തിട്ട് വേണം KYC വെരിഫൈ ചെയ്യാനായിട്ട്. അവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിക്കും, പേര് കറക്റ്റ് അല്ല എന്ന് നോക്കും, ആധാർ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് കാണിച്ചിട്ടുണ്ട്, അതും നമ്മുടെ ആധാർ നമ്പർ കറക്റ്റ് അല്ല എന്ന് ചെക്ക് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. ദെൻ നമുക്കിവിടെ ആധാർ നമ്പർ അടിക്കാനായിട്ട് പറയും. സോ നമ്മളിവിടെ എന്ത് ചെയ്യും? നോർമലി നിങ്ങൾ മുന്നേ ചെയ്തിരുന്ന പോലെ അവിടെ ആധാർ നമ്പർ അടിക്കും. ആധാർ നമ്പർ അടിച്ചതിന് ശേഷം നമുക്കറിയാലോ, ആധാർ നമ്പർ അടിച്ചതിന് ശേഷം നിങ്ങളവിടെ താഴെ കാണുന്ന ക്യാപ്ച അടിക്കും. ക്യാപ്ച അടിക്കുമ്പോൾ ക്യാപിറ്റലൊക്കെ നോക്കിക്കോളൂ കേട്ടോ, മിക്കതും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കുക. അപ്പോൾ അത് ക്യാപിറ്റൽ തന്നെ അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് അടിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കും. നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു OTP അവർ ചോദിക്കും. ഈ ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒരു OTP പോകും. അതുകൊണ്ടാണ് ഫോണ് കയ്യിൽ വേണമെന്ന് പറയണത്. ആ ഫോൺ നമ്പറിലേക്ക് OTP പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ OTP അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ KYC വെരിഫൈ ആവും. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വരും. എന്തെന്ന് പറഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് ഒന്നുകൂടിയും റിപ്പീറ്റ് ചെയ്യാണ്. നമ്മളിവിടെ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ഇവിടെ അടിക്കും, നമ്മുടെ ആധാർ നമ്പറോട് അടിക്കും, ക്യാപ്ച അടിക്കും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ആധാർ പ്രകാരമുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP പോകും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ആധാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൊബൈൽ ഫോണിലേക്കാണ് OTP പോവുക. ആ മൊബൈൽ ഫോൺ തന്നെയാണ് പോഷൻ ട്രാക്കറിൽ എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. ആ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റോടെ കാണിച്ചിട്ടുണ്ട്, കണ്ട 6979 കണ്ട. അപ്പോൾ ആ നമ്പറിലേക്ക് OTP പോയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ആ OTP അവിടെ അടിച്ചു കൊടുക്കണം. ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മളിവിടെ OTP അടിച്ചു കൊടുത്തു. ആ OTP അടിച്ചതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ലോഡാവും. കണ്ടിന്യൂ കൊടുക്കുക. ദെൻ നമ്മളത് അലോ കൊടുക്കുക. ഇതിൽ നമ്മൾ വേറെ ഒന്നും എഡിറ്റ് ഒന്നും ചെയ്യേണ്ട. താഴെ കാണുന്ന അലോ ഓപ്ഷനും കൊടുക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കവിടെ KYC സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. ഇത്ര സ്റ്റെപ്പുള്ളൂ നമുക്ക്. KYC ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മുടെ ആധാർ കാർഡും ആധാർ നമ്പറും അതുപോലെ തന്നെ കൃത്യമായ ഫോട്ടോ ഉണ്ടായാൽ മതി. ജസ്റ്റ് ചില സമയങ്ങളിൽ ഇതുപോലെ എറർ എന്ന് പറഞ്ഞിട്ട് കാണും കേട്ടോ. എറർ എന്ന് പറഞ്ഞ് കാണുമ്പോൾ ഒന്നുകൂടി നിങ്ങളത് റിപ്പീറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? എറർ ഒന്നും വെച്ച് പേടിക്കേണ്ട. ഇൻ കേസ് എറർ വരാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്നുകൂടിയും ഒന്നുകൂടിയും റിക്വസ്റ്റ് കൊടുക്കാതെ കേട്ടോ. KYC റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. മനസ്സിലായില്ലേ? ഇതുപോലെ ടിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത KYC റെഡി ആയെന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊസീഡ് ടു ക്യാപ്ചർ ഫോട്ടോ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവാം. മനസ്സിലായ? പ്രൊസീഡ് ടു ക്യാപ്ചർ കൊടുത്തിട്ട് നമ്മൾ നോർമലി ചെയ്യണ പോലെ അടുത്ത സ്റ്റെപ്പാണ് ഫോട്ടോ എടുക്കുന്ന സ്റ്റെപ്പ്. അതിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം.
പ്രൊസീഡ് ക്യാപ്ചർ കൊടുത്തു. അതിനുശേഷം അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. കാരണം മുന്നേ നമ്മൾ അതിന് ശേഷം പ്രൊസീഡ് കൊടുക്കണം കേട്ടോ. മുന്നേ നമ്മൾ ചെയ്തിരുന്നപ്പോൾ ഫസ്റ്റ് ഫേസ് ക്യാപ്ചർ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ KYC കഴിഞ്ഞിട്ടാണ് ഫേസ് ക്യാപ്ചർ വരുന്നത്. ആക്സെപ്റ്റൻസ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ആക്സെപ്റ്റൻസ് കണ്ടിന്യൂ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇവർ പറയണ പോലെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കണം, വേറെ ലൈറ്റിങ്ങോ വേറെ ഒന്നും പാടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഒബേ ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവരുടെ ഫോട്ടോ കൃത്യമായി ഫോട്ടോ എടുക്കണം. കൃത്യമായി ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്യാപ്ചർ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. മനസ്സിലായോ? അങ്ങനെ ഫേസ് ക്യാപ്ചറിങ്ങും വളരെ വ്യക്തതയോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് നോർമലി നമ്മൾ ടീച്ചർമാർ അംഗനവാടിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ആദ്യം നമ്മൾ അവരുടെ KYC ചെയ്യുന്നു, ബെനിഫിഷ്യറിയുടെ KYC ചെയ്യുന്നു, ദെൻ അവരുടെ ഫേസ് ക്യാപ്ചറിങ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന ബെനിഫിഷ്യറിക്ക് അംഗനവാടിയിൽ വരാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ PM ആയിക്കോട്ടെ LM ആയിക്കോട്ടെ അവരുടെ റെസ്റ്റൊക്കെയാണ്, അംഗനവാടിയിൽ വരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പോഷൻ ട്രാക്കറിൽ പോവുക. പോഷൻ ട്രാക്കറിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ മൂന്നാമതായിട്ട് നിങ്ങൾ ഇതുപോലെ ലോഗിൻ ചെയ്യരുത്. ലോഗിൻ ചെയ്യുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ലോഗ് ഔട്ട് ചെയ്യണം. മനസ്സിലായി? ഉള്ളിൽ പലർക്കും അതും സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ ബെനിഫിഷ്യറി ലോഗിൻ കാണില്ല എന്ന് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിൽ ലോഗിൻ ചെയ്യരുത്. അപ്പോൾ ഇവിടെ ബെനിഫിഷ്യറിയെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്യണം, പോഷൻ ട്രാക്കറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യണം. നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോഷൻ ട്രാക്കർ ഡൗൺലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് പറ്റുള്ളൂ കേട്ടോ. ഞാൻ പറയണ കേസ് ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ ബെനിഫിഷ്യറിക്ക് അംഗനവാടിയിൽ വരാൻ പറ്റാത്ത കേസുകൾ വരുമ്പോൾ അവരുടെ അടുത്ത് പറയാം, നിങ്ങൾക്ക് സ്വന്തമായി ഇത് ചെയ്യാമെന്ന് പറയാം. അവർ സ്വന്തമായിട്ട് ബെനിഫിഷ്യറി ചെയ്യുന്നതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് തരാം. അപ്പോൾ ബെനിഫിഷ്യറിക്ക് അത് കൃത്യമായിട്ട് ബെനിഫിഷ്യറി എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ ബെനിഫിഷ്യറിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് തരാം. അപ്പോൾ എന്ത് ചെയ്യണം, അവരുടെ അടുത്ത് ഇപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം ബെനിഫിഷ്യറിയോട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാരണവശാൽ അവർക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ അവരോട് പറയാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോഷൻ ട്രാക്കറിന്ന് അടിക്കാൻ പറയാം. എന്നിട്ട് അവരോടത് ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഓപ്പൺ എന്ന് കിടക്കണം കേട്ടോ. അവരുടെ അടുത്ത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറയാം. ഞാൻ ഈ സ്റ്റെപ്പുകളൊക്കെ ബെനിഫിഷ്യറിക്ക് ചെയ്യണതിൻ്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്ലേ സ്റ്റോറിൽ കയറണതും ഇൻസ്റ്റാൾ ചെയ്യണതും ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യണതും എല്ലാം കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്കറിയാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അവരോട് പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കാൻ പറയാം. എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മൂന്നാമത്തെ കണ്ടതിൽ ബെനിഫിഷ്യറി ഓർ സിറ്റീസൺ എന്ന് പറഞ്ഞിട്ട് കണ്ട മൂന്നാമത് അതിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ കാണാം. നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അവിടെ അവരുടെ മൊബൈൽ നമ്പർ ചോദിക്കും. അതായത് നമ്മുടെ പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് അവരുടെ അടുത്ത് ചോദിക്കുന്നത്. ചില സമയത്ത് ഇതുപോലെ എറർ വരാം കേട്ടോ. അപ്പോൾ എറർ വരുമ്പോൾ ചിലപ്പോൾ ബെനിഫിഷ്യറി നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ അവരോട് പറയാം പ്രോപ്പറായിട്ടുള്ള നെറ്റ്വർക്ക് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒന്നുകൂടി ലോഗിൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. ചില സമയത്ത് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടണമെന്നില്ല. ഒന്നുകൂടിയും ലോഗിൻ ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ട നിങ്ങൾ അത് ലോഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് തുറന്നു വന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് അവിടെ മൊബൈൽ നമ്പർ, അതായത് ആ ബെനിഫിഷ്യറിയുടെ അവരുടെ മൊബൈൽ നമ്പർ, ഏത് ബെനിഫിഷ്യറിയാണോ അവരുടെ മൊബൈൽ നമ്പർ അടിക്കാൻ പറയാം. ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ആ ലിങ്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. മൊബൈൽ നമ്പർ അടിച്ചുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ചെയ്യണം. മനസ്സിലായോ? ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പർ ഇവിടെ അടിക്കണം. ആ മൊബൈൽ നമ്പർ എന്നുള്ളിടത്ത് ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പർ അടിച്ചു കഴിയുമ്പോൾ ഒരു OTP അവരെ മൊബൈൽ നമ്പറിലേക്ക് പോകും. ആ മൊബൈൽ നമ്പർ എന്ന് പറയുന്നതായിരിക്കണം നമ്മുടെ പോഷൻ ട്രാക്കറിലും ആധാർ കാർഡ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദെൻ ആ OTP അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവർക്ക് അവരുടെ സ്വന്തം PM ആണെങ്കിൽ PM, LM ആണെങ്കിൽ LM അവരുടെ സ്വന്തം ഫോട്ടോ എടുക്കാനും KYC ചെയ്യാനും എല്ലാം സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമ്മളൊരു കൃത്യമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ മൊബൈൽ നമ്പർ അടിക്കുന്നത് തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യണതിൻ്റെ കൃത്യമായ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. മനസ്സിലായ? ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് തരും. അതും കൂടി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആ ലിങ്ക്
ബെനഫിഷ്യറിക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ലിങ്ക് നോക്കിയിട്ട് അവർക്ക് കൃത്യമായി EKYCയും ഫോട്ടോ ക്യാപ്ചറും ചെയ്യാൻ പറ്റും. അപ്പോൾ അംഗനവാടിക്ക് വന്നില്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, വീട്ടിലിരുന്നും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.